ഗായ്സ് അങ്ങനെ നമ്മൾ സാറിന് 2 കോടി രൂപ കൊടുത്തിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ സാറ് വിട്ടയച്ചു. ഇനി സാറിൻ്റെ അടുത്ത് നമുക്ക് ഡ്രസ്സ് ചോദിക്കണം. സാറേ എൻ്റെ ഡ്രസ്സൊക്കെ എവിടെയാ? എൻ്റെ ഡ്രസ്സൊക്കെ മുകളിലുണ്ട്, വേഗം പോയി ഇട്ടിട്ട് വാ. ഓക്കെ സാറേ. ഗായ്സ് നമ്മുടെ ഡ്രസ്സൊക്കെ മുകളിലാട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വേഗം നമ്മുടെ ഡ്രസ്സ് അങ്ങോട്ട് എടുത്തിട്ട് ഇടാം. ഈ ഡ്രസ്സ് നിൽക്കാൻ എനിക്ക് ഭയങ്കര നാണക്കേടാട്ടോ. അതായാലും മുകളിലാണെന്ന് പറഞ്ഞ്, എന്നാൽ ആ സിംഹത്തിന് നമ്മൾ അത്രയും വലിയ മിസ്റ്റേക്ക് കാണിച്ചത് വളരെ വലിയ തെറ്റായിപ്പോയി ഗൈസ്. സിംഹത്തിനെ കൊല്ലാൻ പാടില്ലെന്ന് സാറ് പറഞ്ഞു. ഗൈസ് നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിപ്പോൾ നമ്മൾ വീണ്ടും വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ 2 കോടി രൂപ കൊടുത്തിട്ട് സെറ്റാക്കിയിട്ട് ഇപ്പോൾ രക്ഷപ്പെടാൻ പോവുകയാണ്. ഒരു മിനിറ്റ് സാർ, ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. 2ാമത്തെ സിംഹത്തിനെ പിടിച്ചിട്ടുണ്ടോ? ഇല്ല, അതിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് പിടിച്ചു കൊടുക്കുന്ന ആൾക്ക് 10 കോടി രൂപ സമ്മാനം. അപ്പോൾ അത് സീന് ഗൈസ്. ആ 2ാമത്തെ സിംഹത്തിനെ പിടിച്ചിട്ടില്ല കേട്ടോ. 2ാമത്തെ സിംഹത്തിനെ പിടിച്ചു കൊടുക്കുന്ന ആൾക്ക് 10 കോടി രൂപ തരുന്നതാണ് കേട്ടോ സാറ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, 2ാമത്തെ സിംഹത്തിന് ഇനിയും പിടിച്ചിട്ടല്ലോ, നമുക്ക് വേഗം പോയി ഇത് പിടിക്കാം. അത് വില്ലേജിലാണെന്നാണ് എൻ്റെ ഒരു ഊഹം. അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ടൊക്കെ പറയുന്നത് കേട്ടത്, വില്ലേജിലാണ് 2ാമത്തെ സിംഹം. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ വണ്ടി എടുത്തിട്ട് വില്ലേജിലേക്ക് പോവാം. പക്ഷേ വില്ലേജിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ കയ്യിലത്തെ വെപ്പൺസൊക്കെ സാറ് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. സാറ് വെപ്പൺസ് തിരിച്ച് തരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, വെപ്പൺ വാങ്ങാം. പക്ഷെ നമ്മൾ ഇത്തവണ വെപ്പൺ വാങ്ങാൻ പോണത് നമ്മൾ കഴിഞ്ഞ തവണ വാങ്ങിച്ച കടയിൽ നിന്നല്ല, ഇത് പുതിയ കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. ഈ കടയിൽ നല്ല വെപ്പൺസ് ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കടയിൽ നിന്ന് വാങ്ങാം. നമുക്ക് വേഗം വെപ്പൺ വാങ്ങിയിട്ട് നമുക്ക് ആ സിംഹത്തിനെ പിടിക്കാൻ പോവുക ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വെപ്പണൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ വില്ലേജിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് വേഗം വണ്ടി എടുത്തിട്ട് വില്ലേജിലേക്ക് പോയിട്ട് അവിടെ സിംഹം ഉണ്ടോ നോക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇത്തവണ ഒരിക്കലും ആ ഒരു മിസ്റ്റേക്ക് പറ്റരുത്. 10 കോടി രൂപ കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാം. ഇനി മുതൽ നമ്മൾ ആ മിസ്റ്റേക്ക് പറ്റാണ്ട് കറക്റ്റ് ആ മയക്ക് വെടി തന്നെ വെക്കണം. ഇത്തവണയും സിംഹത്തിനെ കൊണ്ട് സാറ് 2 കോടി രൂപയില്ല 50 കോടി രൂപയാണ് സാറ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് നമ്മൾ വില്ലേജ് എത്തിയിട്ടോ. നമുക്ക് ഈ ഭാഗത്ത് വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തിടാം. എന്നിട്ട് വേഗം സിംഹത്തിനെ അന്വേഷിക്കുക ഗൈസ്. കിട്ടിയാൽ മെല്ലെ നമുക്ക് കണ്ണെടുക്കുന്നുണ്ട് ആ സിംഹത്തിനെ അങ്ങോട്ട് മയക്കിയിടാം കേട്ടോ ഗൈസ്. ഒന്ന് തപ്പട്ടെ ഗൈസ്. നമ്മളങ്ങനെ സിംഹത്തിനെ കണ്ടു. സിംഹം അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് മെല്ലെ സ്കോപ്പ് ഇട്ടുകൊണ്ട് ഒരൊറ്റ വെടിവെക്കുക. അപ്പോൾ ഗൈസ് കറക്റ്റ് അതിൻ്റെ വയറിലാണ് കേട്ടോ കൊണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വേഗം സിംഹത്തിനെ ആരും അറിയാണ്ട് ഒരു ബസ്സിൽ വേണം ആദ്യം കയറ്റാൻ. അപ്പം നമുക്ക് വേഗം പോയി ഒരു ബസ് അറേഞ്ച് ചെയ്തിട്ട് ഈ സിംഹത്തിന് അങ്ങനെ ആ ബസ്സിലേക്ക് കയറിയിട്ടാണ് കുറച്ചുകൂടെ നല്ല ബുദ്ധിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗൈസ് നമ്മളങ്ങനെ നല്ല ബസ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ട് സാധനത്തിനെ മയക്കി കിടത്തിയ സിംഹത്തിന് അങ്ങോട്ട് ബസ്സിനകത്തേക്ക് ഇട്ടിരിക്കുകയാണ്. നമുക്ക് വണ്ടിയെടുത്ത് നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം. സാറ് 10 കോടി രൂപ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ നല്ല സന്തോഷമായിട്ട് ഗൈസ്. ആ സിംഹത്തിനെ മയക്കിയതും അതങ്ങനെ അനങ്ങാനൊന്നും പറ്റില്ല. ഒരുമാതിരി മരിച്ച പോലെയാണ് കിടക്കുന്നത്. എന്നാലും മരിച്ചിട്ടില്ല, അത് മയങ്ങി കിടക്കുകയാണ്. അതിനെ കയർ വെച്ച് കെട്ടിയിട്ടൊന്നുമില്ല, അത്ര മയങ്ങീൻ്റെ കിടക്കുന്നത്. നമുക്ക് വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം ഗൈസ്. നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഈ ഭാഗത്തായിട്ടൊന്ന് പാർക്ക് ചെയ്യാം. നമുക്ക് അങ്ങോട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സാറിൻ്റെ അടുത്ത് പോയി പറയാം. സാർ ഒരിക്കലും പ്രതീക്ഷിക്കില്ല കേട്ടോ ഞാനിപ്പോൾ തന്നെ കൊണ്ടുവരുന്നു. എനിക്ക് നല്ല സന്തോഷം കിട്ടും ഗൈസ്. സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കാനും ഇരിക്കാനൊന്നും വയ്യ, തുള്ളിച്ചാകാൻ തോന്നുന്നു ഗൈസ്. നമുക്ക് വേഗം സാറിൻ്റെ അടുത്ത് പോയി പറയാം. സാർ ഞാൻ സിംഹത്തിനെ പിടിച്ചു. എൻ്റെ ആ വെളിയിൽ നിൽക്കുന്ന ബസ്സിലുണ്ട് ആ സിംഹം. സാർ എനിക്ക് വേഗം 10 കോടി രൂപ തരൂ, ഞാൻ പിടിച്ചിട്ട് വന്നിട്ട്. സാർ 10 കോടി രൂപയോ? ഒന്നും തരാൻ പറ്റില്ല. അതെന്താ സാർ അങ്ങനെ? സാറല്ലേ പറഞ്ഞ 10 കോടി രൂപ തരാമെന്ന്? അത് ഞാൻ അപ്പം പറഞ്ഞതാ, അത് പറഞ്ഞു കൊണ്ട് ഇപ്പോൾ തരാനൊന്നും പറ്റില്ല. നീ സ്ഥലം പിടിക്കും. സാർ ഗൈസ് സാറ് നമ്മളെ ചതിച്ചു കിട്ടു. സാറ് 500 രൂപ തന്നിട്ട് സ്ഥലം വിട്ടോളാന്നാണ് പറഞ്ഞത്. സാറിങ്ങനെ ചതിക്കുന്ന എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. സാർ എന്നാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ ഗൈസ്. നമ്മൾ 2 കോടി രൂപ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ കൊടുത്തിട്ട് ഇപ്പോൾ 500 രൂപ തന്നിട്ട് ഇതാക്കി ജീവൻ പണയം വെച്ചിട്ടാണ് നമ്മൾ ഈ ജോലി ചെയ്തിരിക്കുന്നത്. എന്നിട്ടും സാറ് നമ്മളെ ചതിച്ചു. സാറിന് ഞാൻ വെറുതെ വിടില്ല.